ഹലോ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ പേര് അകത്തിപ്പൂവ്. അകത്തിച്ചീരയുടെ പൂവാണിത്. ഇതിൽ വെള്ളയുണ്ട്, ഈ കളറുണ്ട്, പിന്നെ നീലയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെ വെച്ചിട്ട് എനിക്ക് എപ്പോഴും വയറിന് പ്രോബ്ലമാണ്, വായ്ക്ക് പ്രോബ്ലമാണ്, എന്താ അൾസറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന മുറയ്ക്ക് കഴിക്കാറുണ്ട്. ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. തോരനാക്കാം, മെഴുക്ക് വരട്ടിയാക്കാം. ഞാനിപ്പോൾ ഇതിവിടെ മെഴുക്ക് വരട്ടുക. സവാളയും കൂടി ഇട്ടിട്ട്, ചെറിയ ഉള്ളിയാണ് നല്ലത്, വായിക്കും നല്ലത് അതാണ്. പക്ഷേ സവാളയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിട്ട് മെഴുക്ക് വരട്ടിയിട്ട് കാണിക്കാവേ. പിന്നെ ഇതിൻ്റെ ഔഷധങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഇതിൻ്റെ പൂവിന് ഒരുപാട് ഔഷധമുണ്ട് കേട്ടോ. രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാനും, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും, പിന്നെ ശ്വാസകോശ പ്രശ്നങ്ങൾക്ക്, പിന്നെ നേത്രരോഗത്തിന്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും ഈ പൂവും നല്ല സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ കാണുമ്പോൾ വാങ്ങാറുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇതിൽ വൈറ്റമിൻ എ, ബി, സി എന്നിവയുണ്ട്. പിന്നെ മഗ്നീഷ്യം, കാൽസ്യം, അയൺ, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും, ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ ദഹനത്തെ, മലബന്ധമൊക്കെ ഉള്ള നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഇല്ലേ, അതൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ്. പിന്നെ കണ്ണിനാണ് ഏറ്റവും പ്രധാനം. വയറിനും കണ്ണിനുമാണ് ഇത് ഏറ്റവും വലിയ പ്രധാനം. ഇതിന് മഞ്ഞയും നീലയും ഉണ്ട് കേട്ടോ, പൂക്കൾ. പക്ഷെ അത് നമുക്ക് ആഹാരത്തിന് എടുക്കത്തില്ല, ഔഷധങ്ങൾക്കാണ് എടുക്കുന്നത്. നമ്മുടെ വെള്ളയും ഇത് ഈ പിങ്ക് ചുവപ്പ് എന്ന് പറയുന്നതിന് ഇതുമാണ് നമ്മൾ ആഹാരത്തിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ തൈറോയ്ഡ് കുറയ്ക്കാൻ ഇല നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കരുത്, നല്ല തണലത്ത് വെച്ചിട്ട് വാട്ടി ഉണക്കണം. അങ്ങനെ കിടന്ന് അല്ലാണ്ട് തന്നെ അത് ഡ്രൈ ആവും. അതിനെ പൊടിച്ച് വെച്ചിരുന്നിട്ട് നമുക്കത് വെള്ളം ഇട്ട് കുടിക്കുക, തൈറോയ്ഡ് ഫുൾ മാറുമെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പോൾ എൻ്റെ അറിവിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളത് കൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാവേ. ആദ്യം നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം. ഇത് ഒരു സവാളയാണേ. ലേശം ഉപ്പ് മതി, കാരണം ആ പൂവ് ഇപ്പോൾ പാടിയാൽ ഒട്ടും ഉണ്ടാകത്തില്ല. ഇതിൽ മുട്ടയും കൂടെ വേണമെങ്കിൽ ചേർക്കാം, നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എനിക്കത് വേണ്ട. ഇതിപ്പോൾ എനിക്ക് മാത്രം കഴിക്കാനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. മരുന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കറിയായിട്ട് കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഇതിനകത്തിപ്പോൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കത്തില്ല. ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് മുട്ട പൊട്ടിച്ച് മുട്ട തോരൻ പോലെ തന്നെ ആയിരിക്കും, ഇച്ചിരി കളർ മാറുമെന്നേ ഉള്ളൂ. ഇപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് പൂവ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി തീ സ്വല്പം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ കളർ മാറിയതുണ്ടോ, ഈ കുമ്മിലിട്ടിട്ട് നമുക്ക് ഇച്ചിരി നേരം ഇതൊന്ന് അതിൻ്റെ തണ്ടും ഇതൊക്കെ ഇച്ചിരി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല പോലെ മൂത്തത് കണ്ടോ. ഇനി ഇതിൽ ഞാൻ ഒന്നും ചേർക്കണ്ടെന്ന് വിചാരിച്ചത്, തോരനല്ലല്ലോ, മെഴുക്ക് വരട്ടിയല്ലേ, എന്നാലും ഇച്ചിരി പച്ച തേങ്ങ വെറുതെ ഒന്നും ചേർത്തിട്ടില്ല. എനിക്കിത് വെറുതെ കഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ യൂസ് ചെയ്യാത്തത്. എനിക്കിങ്ങനെ ഞാൻ
ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ മാത്രമല്ലേ നമുക്ക് എരിവോ അങ്ങനെയൊക്കെ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി തേങ്ങ തിരുമിയതിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. കഴിഞ്ഞു, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ അകത്തി പൂവിൻ്റെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോഷകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും കയ്യിൽ കിട്ടുന്ന ആ മുറയ്ക്ക് എല്ലാവരും അത് ഉപേക്ഷിക്കാണ്ട് കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, താങ്ക് യു.